ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഒന്ന് ദിനവൃത്താന്ത പുസ്തകമാണല്ലോ നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ അധ്യായമായ 29-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. ദാവീദ് രാജാവിൻ്റെ ജീവിതം അവസാനിക്കാറാവുന്നു. താൻ ആഗ്രഹിച്ചതായ ദൈവാലയം പണിയുവാൻ തക്കവണ്ണം എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് തൻ്റെ മകനായ ശലോമോനെ അത് ഭരമേൽപ്പിക്കുകയാണ്. ആ ദേവാലയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം. താൻ ദന്തഗോപുരങ്ങളിൽ വസിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയം ഒരു തിരശ്ശേരിക്കകത്തിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവാലയം പണിയുവാൻ അദ്ദേഹം ആഗ്രഹിച്ചത്. എന്നാൽ തൻ്റെ കരങ്ങൾ രക്തം പുരണ്ടതായതുകൊണ്ട് അതിന് സാധ്യമല്ല എന്നും തൻ്റെ മകൻ ശലോമോനിലൂടെ അത് നിവർത്തിതമാകുമെന്നും നാഥാൻ പ്രവാചകൻ മുഖാന്തരം യഹോവയായ ദൈവം ദാവീദിനോട് അരുളിച്ചെയ്യുകയും അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും അദ്ദേഹം ചെയ്തു വയ്ക്കുന്നതായി നമ്മൾ കാണുന്നു. അത്രമാത്രം ദൈവാലയം ദൈവത്തിൻ്റെ ദിവ്യമായ സാമീപ്യത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ട് അത് പരമാവധി മനോഹരമാക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും അദ്ദേഹം ഇവിടെ ചെയ്യുകയാണ്. 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പറഞ്ഞ് ശലോമോനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ദുഃഖം. ഒന്ന്, അവൻ വളരെ ചെറുപ്പമാണ്, അവന് പരിചയക്കുറവുണ്ട്. ദൈവം തിരഞ്ഞെടുത്തവനെ കുറിച്ച് നമ്മൾ ഏറെ ദുഃഖിക്കേണ്ട കാര്യമില്ല. ദാവീദിനെ സംബന്ധിച്ചോളം അവനെ ദൈവം തിരഞ്ഞെടുത്തതാണ്. ദാവീദിനെ കുറിച്ച് ഇങ്ങനെ സങ്കടപ്പെടുവാൻ ആരുമില്ലായിരുന്നു. പക്ഷെ ദാവീദ് തൻ്റെ മകനായ ശലോമോനെ കുറിച്ച് അല്പം ആശങ്കയുണ്ട്. കാരണം അന്ന് അവൻ്റെ പ്രായം വളരെ ചെറുപ്പമാണ്. തന്നെപ്പോലുള്ള അനുഭവ പരിചയമില്ല. അവനെക്കൊണ്ട് ഇനി മുന്നോട്ട് ഈ ജനത്തെ നയിക്കാൻ സാധിക്കുമോ? ദേവാലയം പണിയാൻ സാധിക്കുമോ? നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ വിചാരിക്കും ദൈവമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ ആളെ നടത്തുവാനും ആവശ്യമായ ക്രമീകരണം നൽകുവാനും ദൈവത്തിന് സാധിക്കും. നമ്മളാരും ആകുലപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാകും. മനുഷ്യൻ എപ്പോഴും ആകുല ചിന്തയുള്ളവനാണല്ലോ. അതുകൊണ്ട് ആ ഒരു പ്രശ്നം മാനുഷിക രീതിയിൽ ദാവീദിനുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശേഖരിച്ചു, അധ്വാനിച്ചു, ഞാൻ നൽകി. അതാണ് വാർദ്ധക്യത്തിൻ്റെ സംതൃപ്തി. അതാണ് ജീവിതത്തിൻ്റെ വാർദ്ധക്യം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ജീവിതത്തിൻ്റെ സായാഹ്ന സമയമാണ്. ഒരു ദിവസത്തിൻ്റെ സായാഹ്ന സമയം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? 1, പകൽ അധ്വാനിച്ചതിനെ ഓർത്തുള്ള സംതൃപ്തി. 2, ഉറങ്ങുവാനുള്ളതായ ഒരുക്കം. ആ സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ പകൽ അധ്വാനിച്ചവർക്ക് മാത്രമേ ആ സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ. അധ്വാനിക്കാത്തവന് രാവിലെയും പകലും സന്ധ്യയെല്ലാം ഒരുപോലെ തന്നെയാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പകൽക്കാലത്ത് നമ്മൾ അധ്വാനിക്കണം. ഏത് മേഖലകളിലാണോ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ആ മേഖലയിൽ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും നീതിബോധത്തോടും പ്രവർത്തിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് സംതൃപ്തി ഉണ്ടാവുക. എൻ്റെ ജീവിതം ധന്യമായി എന്ന്. അപ്പോൾ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ധന്യമായൊരു ജീവിതത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൻ്റെ ആ വലിയ സംതൃപ്തി അദ്ദേഹം പറയുന്നു. ഞാൻ പരമാവധി ശേഖരിച്ചു, അധ്വാനിച്ചു, ഞാൻ അത് നൽകുന്നു. ഇനി 3-ാമുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. താൻ ഇതിനു മുമ്പ് നൽകിയതിനേക്കാൾ കൂടുതൽ തനിക്ക് ശേഷിച്ച സ്വർണവും വെള്ളിയും രത്നവും എല്ലാം അദ്ദേഹം ദൈവാലയത്തിന് വേണ്ടി നൽകുകയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം തൻ്റെ ദൈവമാണ്. അതുകൊണ്ടാണ് അത് കണ്ടിട്ട് നമ്മൾ വായിക്കുന്നു. ജനങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെടുന്നു. അദ്ദേഹം ആവശ്യപ്പെടുന്നത് അദ്ദേഹം മുഴുവൻ നൽകിയതിന് ശേഷമാണ് ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. അതാണ് യഥാർത്ഥമായ നേതൃത്വം. മറ്റുള്ളവരോട് ചോദിക്കുന്നതിനേക്കാൾ നൽകി മാതൃക കാണിച്ചുകൊണ്ട് മറ്റുള്ളവരോട് ആവശ്യപ്പെടുവാൻ നമുക്ക് സാധിക്കണം. അതാണ് യഥാർത്ഥമായ നേതൃത്വം എന്ന് പറയുന്നത്. ദാവീദിനെ സംബന്ധിച്ച് നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഇനിയും 5-മുള്ള വാക്യം വായിക്കുന്നു. സ്വമേധയാ എല്ലാവരും പ്രതിഷ്ഠിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു. അപ്പോൾ ദാവീദ് നൽകുന്നത് കണ്ടിട്ടാണ് ജനങ്ങളെല്ലാം കൊണ്ടുവന്ന് അവരുടേതായ രീതിയിൽ അത് കൊണ്ടുവന്ന് നൽകുകയാണ്. സ്വർണവും രത്നവും വെള്ളിയും താമ്രവും എന്ന് വേണ്ട എല്ലാം. ഇതൊക്കെ ദൈവത്തിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നതാണ് വില കൂടിയ സാധനങ്ങൾ എന്ന് പറയുന്നത്. 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ദാവീദ് നിങ്ങളത് സ്വമനസ്സോടെ എല്ലാവരും നൽകിയെന്നാണ്. പരപ്രേരണയാലോ നിർബന്ധത്താലോ അല്ല, സ്വന്തം ഇഷ്ടപ്രകാരം പൂർണ്ണ ഹൃദയത്തോടെ നൽകുന്നവനെയാണ് ദൈവം അനുഗ്രഹിക്കുന്നതെന്ന് ഓരോ സിഹായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ.
അതിൻ്റെ 14-ാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞ ഇതാണ്. 10 മുതൽ ദാവീദിൻ്റെ ഒരു പൂർണ്ണമായ പ്രാർത്ഥനയാണ്. 14-ാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞു, ഞങ്ങൾ ദൈവമേ, ഞങ്ങൾ നിനക്ക് തരുന്നത് നിന്നിൽ നിന്ന് ലഭിച്ചതും വാങ്ങിയതുമാണ് ഞങ്ങൾ നിനക്ക് തരുന്നത്. ഈ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. നമ്മൾ നൽകുന്നതാണ് ദൈവം. നമ്മൾ എന്തെങ്കിലും നൽകുന്നെങ്കിൽ ദൈവം നൽകിയതിൽ നിന്നാണ്. ഇല്ലായ്മയിൽ നമുക്കുണ്ടാക്കി കൊടുക്കാനാവില്ല. ദൈവം നൽകുന്നതിൽ നിന്ന് അതിൻ്റെ ദശാംശമോ അല്ലെ അതിൻ്റെ ഭാഗമോ ദൈവത്തിനോ ദൈവികമായതിനോ നൽകുന്നതിൽ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുകയും വാങ്ങുകയും ചെയ്തതാണ് ഞങ്ങൾ നിനക്ക് തിരിച്ചു നൽകുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് ഒന്നും കൊണ്ടുവന്നിട്ടല്ല. നാം വെറും കൈയോടെ വന്നു, വെറും കൈയോടെ തന്നെ മടങ്ങിപ്പോകേണ്ടി വരും. ഭൂമിയിൽ വന്നിട്ടുള്ളപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതെല്ലാം ദൈവമാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. 15-ാം വാക്യം ദാവീദ് വീണ്ടും പറയുന്നു, മനുഷ്യൻ്റെ ആയുസ്സ് ഒരു നിഴൽ പോലെയാണ്. എന്താണ് നിഴലിൻ്റെ പ്രത്യേകത? അത് മാഞ്ഞു പോകുന്നതാണ്. ഏതാനും നിമിഷത്തേക്ക് വരുന്നു, അത് കഴിയുമ്പോൾ അത് മാഞ്ഞു പോകും. അപ്പോൾ മനുഷ്യ ജീവിതവും ഇത്രയൊക്കെ ഉള്ളൂ. എത്രമാത്രം നിസ്സാരമാണ്. ഇന്ന് കാണുന്നവരെ നാളെ നമ്മൾ കാണുന്നില്ല. എത്രയോ മഹാന്മാരും മഹതികളും ഈ ഭൂമിയിൽ ജീവിച്ചവരൊക്കെ മാഞ്ഞുപോയി. അപ്പോൾ മനുഷ്യന് ഇങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ നിന്ദിക്കാനോ അല്ലെ വേദനിപ്പിക്കാനോ ഒന്നും ആവില്ല. ഈ ജീവിതം തന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. മനുഷ്യൻ്റെ ആയുസ് ഒരു നിഴൽ പോലെയാകുന്നു എന്ന് ദാവീദ് ഇവിടെ പറയുകയാണ്. ഇനി അതിൻ്റെ 17-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവം ഹൃദയത്തെ ശോധന ചെയ്യുന്നവനാണ്. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് ഹൃദയത്തിൻ്റെ വിശുദ്ധി ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ്. കാരണം പഴയ നിയമം നമുക്കറിയാം, എല്ലാം ശാരീരിക വിശുദ്ധി ആവശ്യപ്പെട്ടപ്പോൾ കർത്താവ് ആവശ്യപ്പെട്ടത് ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ്. ഹൃദയമാണ് ദൈവത്തിന് ആവശ്യം. തന്നെ സന്നിധിയിൽ ആത്മശരീര മനസ്സുകളാം എന്നോട് തിരുമുൽ കാഴ്ചകളെ താതസുദാശ്വാസപ്രദനെ അൻപോട് കൈക്കൊണ്ടിടണമെന്ന് പിതാക്കന്മാർ പാടുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പം നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുമ്പോഴാണ് അത് നമുക്ക് സാധ്യമാവുക. കാരണം നമുക്കറിയാം, നമുക്ക് ദൈവം സർവ്വവ്യാപിയും സർവ്വജ്ഞാനിയും സർവശക്തനുമാണ്. ദൈവത്തെ മറിച്ച് നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ശരീരങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവാൻ നമുക്കിടയാകണം. 19-ാം വാക്യം വായിക്കുമ്പോൾ ദാവീദ് പ്രാർത്ഥി, ദൈവമേ, ഈ ദേവാലയം പണിയുവാൻ തക്കവണ്ണം ശലോമോൻ ഏകാഗ്ര ഹൃദയത്തെ നീ നൽകണമേ. പ്രശ്ന സങ്കീർണമായ ജീവിതമാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനാവില്ല. അപ്പോൾ തീർച്ചയായും ശാന്തമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഇടയാകണം. ആ ശാന്തമായ ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ ഫലപ്രദമായ എന്തെങ്കിലും ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് നമുക്ക് സാധിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയിലൂടെ, വേദപുസ്തക ധ്യാനത്തിലൂടെയാണ്. ശാന്തമായ ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങി വരേണ്ടത്. ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിയായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അപ്പം ഈ ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ 1-ാമത്തെ പുസ്തകം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കുറച്ച് രണ്ടാം ദിനവൃത്താന്തത്തിലേക്ക് നമ്മൾ നാളെ മുതൽ പ്രവേശിക്കുന്നു. അതിലും ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ ഇനി മുന്നോട്ട് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും വേദപുസ്തകം വായിക്കുകയും മറ്റുള്ളവരെ വായിക്കുവാൻ പ്രേരിപ്പിക്കുകയും ഓരോ വായിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ച് നമ്മുടെ ജീവിതവുമായി അതിനെ താരതമ്യം ചെയ്ത് അതും പ്രകാരം ഒരു നല്ല സമർപ്പണത്തോടെ ജീവിപ്പാൻ ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമേ. സ്ത്രീഹന്മാർക്ക് നൽകിയ സ്വർഗീയ പരിജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം അതിന് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.